ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മല്ലിയില വെച്ചിട്ട് ഒരു കറിയാണ്. അതായത് കൊറിയൻഡർ ലീഫ് കറി. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളം, അതായത് ടാമറിൻഡ് വാട്ടർ, നമ്മൾ ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കണം പേസ്റ്റ് രൂപത്തിൽ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും സാമ്പാർ പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. നമ്മൾ മിക്സിയുടെ ബൗളിനകത്തേക്ക് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഉപ്പ്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് സാമ്പാർ പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന പുളിയുടെ വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അതും ആഡ് ചെയ്ത് ഇത് നമുക്ക് നല്ല പേസ്റ്റാക്കി രൂപത്തിൽ എടുത്തിട്ട് വരാം. നമ്മൾ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് താളിച്ചെടുക്കാം. കടുക്, ഉലുവ ഇട്ടിട്ട്, ഉണക്കമുളക്, ചെറിയ ഉള്ളി, വേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്കിത് താളിച്ചെടുക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുക്, ഉലുവയും ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇടാം. ഇത്തിരി ഉള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഇത്തിരി ഉള്ളിയും ചെറിയ ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് മിക്സിയുടെ ബൗളൊക്കെ കഴുകി ഉള്ള വെള്ളം ആഡ് ചെയ്ത് നല്ലോണം കുറുകി വരുന്നവരെ, തിളച്ച് നല്ലോണം വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ മല്ലിയില ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ മല്ലിയില വെച്ചിട്ടുള്ള കറി നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല തിളച്ച് വരണം. ഈ ഒരു ലെവലിൽ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ മല്ലിയില വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു.